പാവമുണ്ടോ? ഹലോ. ഉണ്ട് ഉണ്ട്. ഹലോ, കേൾക്കുന്നില്ലേ? പാവമുണ്ടെങ്കിൽ പറഞ്ഞു. ഇപ്പൊ കേൾക്കുന്നുണ്ട്, ആ പറഞ്ഞോ. ആ പിന്നെ ഇവിടെ നിങ്ങൾ യേശുവും ഈസയും ഒന്നല്ല എന്ന് എത്ര തവണ പറഞ്ഞാലും അത് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒന്നാണ്. നിങ്ങൾ 1962 ടു 65 വരെ നടന്ന രണ്ടാം വത്തിക്കാൻ സഭയിൽ അവർ പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞ ഈസയും ബൈബിളിലുള്ള യേശുവും ഒന്നാണ് എന്നാണ്. നിങ്ങളെ മെയിൻ ടീം അവർ പറഞ്ഞത് അങ്ങനെ പൂർവ്വകാലങ്ങളിൽ മൊത്തം അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ വേറെ ഒരു നിക്കക്കള്ളിയാന്ന് കണ്ടപ്പോ അത് നിങ്ങൾക്ക് വേറെ ആയി തോന്നുന്നു. രണ്ടുപേരും ഒന്നാണ്. പിന്നെ നിങ്ങൾ പറയുന്നത് ബൈബിളിൽ നല്ലതുണ്ട്. അതാ പറയുന്നത്, ഞങ്ങൾക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് ബൈബിളിലുള്ള എല്ലാ ഗുണങ്ങളും ദൈവത്തിന്റെ ആണ്. എന്നിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് മുൻ വേദഗ്രന്ഥം. അതിൽ നിങ്ങൾ മാറ്റത്തിരുത്തൽ വരുത്തി. നിങ്ങൾക്കത് ഞങ്ങളുടേതാണ്, അത് ഞങ്ങളുടേത് കൂടിയാണ്. അതിലുള്ള എല്ലാ നന്മയും അള്ളാഹുവിൽ നിന്ന് വന്നാണ്. ഞങ്ങളുടെ മുൻ വേദാണത്. അതിൽ നിങ്ങൾ മാറ്റത്തിരുത്തലുകൾ വരുത്തി പുതിയ തരത്തിൽ അവതരിപ്പിച്ചതാണ്. അപ്പൊ നിങ്ങൾ ബൈബിളിന്റെ ഗുണം പറയുമ്പോൾ അത് അള്ളാഹു ഇറക്കിയതാണ്. ഇഞ്ചിയിലും തോറയും അള്ളാഹ് ഇറക്കിയതാണ്. അപ്പൊ അതിലുള്ള എല്ലാ ഗുണങ്ങളും അള്ളാഹിന്റെ ഗുണങ്ങളാണ്. അപ്പൊ നിങ്ങൾ അത് ഞങ്ങളുടേതാണ് എന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞല്ലോ. പ്രിയ സഹോദര, പാവം ഈ ഈസയും യേശുവും രണ്ടാണ് എന്ന് പറയാൻ കാരണം, സഹോദരൻ ഇച്ചിരി നേരത്തെ പലരും ഇവിടെ വന്നുപോയി. നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സമയത്തിലാണ് സഹോദരൻ കയറി വരുന്നത്. താഴെ കമന്റ് ഇടുന്നത് കണ്ടു. എന്താ പേടിയാ, പാസ്റ്റർമാര് പേടി നിർത്തുക എന്നുള്ളത്. ഇസ്ലാമിന്റെ എല്ലാ പ്രമുഖ പണ്ഡിതന്മാരുമായിട്ട് ഞങ്ങൾ സംവാദം നടത്തിയിട്ടുള്ള അവസാനമായിട്ട് നടത്തിയതാണ് ഹാരിസ് മദനി മുഹമ്മദ് ഈസയുമായിട്ട്. പിന്നെ രംഗത്ത് കണ്ടിട്ടില്ല. അതിനുശേഷം ഒരു 6 വിഷയങ്ങളും കൊടുത്തു, ഇതുവരെയും വന്നിട്ടില്ല. അത് പോട്ടെ, സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഈ ഈസയും യേശുവും ഒന്നല്ല എന്ന് പറയാനുള്ള കാരണം ഒരുപാട് ഞങ്ങൾ പറഞ്ഞു. ഖുറാനിലുള്ള ഈസ ഒരു മിത്തിക്കൽ കഥാപാത്രമാണ്. തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന ഈസ, പക്ഷിയെ ഉണ്ടാക്കി പറത്തിവിടുന്ന ഈസ. ഈ ഈ ഈസയില്ലേ, ഈ ഈസ 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഇൻഫാൻസി തോമസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നോസ്റ്റിക് കൃതി. നോസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ? ജ്ഞാനമതം. ജ്ഞാനത്താലാണ് രക്ഷ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഫിലോസഫി, ഗ്രീക്ക് ഫിലോസഫിയാണ്. ആ ഫിലോസഫിയുടെ സ്വാധീനമുള്ള പുസ്തകമെന്ന് എല്ലാവരും സമ്മതിച്ച് തള്ളിക്കളഞ്ഞേക്കുന്ന പുസ്തകമാണ്. അതിൽ നിന്ന് കോപ്പി അടിച്ച് വെച്ചിരിക്കുന്ന ഈസയുടെ കഥയാണ് ഖുറാനിൽ കാണുന്നത്. യേശുക്രിസ്തു അങ്ങനെയല്ല. യേശുക്രിസ്തു ചരിത്രത്തിൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ ജീവിതകഥ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ദൃക്സാക്ഷികളാണ്, അല്ലെങ്കിൽ ദൃക്സാക്ഷികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചവരാണ്. ഇനി ഞാൻ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തു പോയ കാര്യം ഞാൻ ഒന്ന് ചുരുക്കി പറയുവാണ്. അടുത്ത കാര്യം, ബൈബിളിന് പുറത്ത് യേശുവിനെ കുറിച്ച് തെളിവുണ്ടോ? യെസ്, ഉണ്ട്. പൗരാണിക റോമിലെ ഏറ്റവും വലിയ ചരിത്രകാരന്മാരിൽ ഒരാളായ ടാസിറ്റസ് യേശു ക്രൂശിക്കപ്പെട്ടു ടൈബീരിയസ് ചക്രവർത്തി ഭരിക്കുന്ന സമയത്ത്, യഹൂദിയിൽ പൊന്തിയോസ് പീലാത്തോസ് ഗവർണർ ആയിരിക്കുന്ന സമയത്ത് യേശു ക്രൂശിക്കപ്പെട്ടു. ക്രിസ്ത്യാനിറ്റിയുടെ സ്ഥാപകനായ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ 2 കൃതികളാണ് അനൽസും ഹിസ്റ്ററീസും. അനൽസ് എഴുതിയിരിക്കുന്ന സമയം അഗസ്റ്റസ് സീസറിന്റെ ആ മരണം മുതൽ നീറോയുടെ സമയം വരെയാണ്. ഹിസ്റ്ററീസ് എഴുതിയിരിക്കുന്ന സമയം നമ്മുടെ നീറോയുടെ മരണം മുതൽ ഡൊമീഷ്യന്റെ സമയം വരെയാണ്. അപ്പൊ ഇതിൽ ഈ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളാണ്. മറ്റൊന്നാണ് സ്യൂട്ടോണിയസ് ക്രിസ്ത്യാനികൾ റോമിലുണ്ടായ പീഡനം മൂലം അവര് അവിടെ നിന്ന് പുറപ്പെട്ടു പോയി, ചിതറിപ്പോയി എന്നുള്ള കാര്യം സ്യൂട്ടോണിയസ് പറയുന്നുണ്ട്. സത്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി, ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ലൂക്കോസ്. അതുപോലെ തന്നെ യേശുവിന്റെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരാളാണ് പ്ലിനി ദ യംഗർ. ട്രോജൻ ചക്രവർത്തി എഴുതിയ കത്തിൽ AD 112 എന്താണ് സംഭവം? ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണത്തിന് ശേഷം വലിയ പീഡനങ്ങളിലൂടെ ക്രൈസ്തവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ചക്രവർത്തി ആരാധന പ്രബലപ്പെടുന്നു, ക്രൈസ്തവർ പലരും രക്തസാക്ഷികളായി തീരുന്നു. അവിടെ അവരെ ഒരുമിച്ച് കൂടി യേശുവിനെ ദൈവമായിട്ട് ആരാധിക്കുകയും കള്ളം പറയത്തില്ല, കൊല ചെയ്യത്തില്ല, വ്യഭിചാരം ചെയ്യത്തില്ലെന്ന തീരുമാനമെടുക്കുന്ന ക്രൈസ്തവർ, അവരെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചെഴുതുന്ന കത്താണ്. അപ്പൊ ബൈബിളിന് പുറത്തുള്ള ഉറവിടത്തിൽ നിന്നാണ് ഞാനിപ്പോ സംസാരിച്ചത്. മനസ്സിലായോ? അപ്പൊ ഈസയും യേശു ഒന്നല്ലാതിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഞങ്ങൾക്കുണ്ട്. യേശു ശ്രദ്ധിക്കണം, ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യരുത്. യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ കുറിച്ച് ഇത്രയധികം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള തെളിവുകളുണ്ട്. ഈസയെ കുറിച്ച് അങ്ങനെ ഒന്നില്ല എന്നുള്ളതാണ്. ഇനി
ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നത്. എന്ന് തിരുത്തി? ആര് തിരുത്തി? അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദും അള്ളാഹുവും പറയാത്ത കാര്യമാണ് താങ്കൾ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഖുറാന്റെ ഒരു ക്രോഡീകരണം നമ്മൾ എടുക്കുമ്പോൾ ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും കത്തിച്ചു കളഞ്ഞ ഗ്രന്ഥമാണ് ഖുറാൻ. ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഖുറാൻ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ കത്തിച്ചു, മദീനയിലെ ഗവർണർ കത്തിച്ചു, പിന്നെയും കത്തിച്ചു. അങ്ങനെ പലവട്ടം കത്തിച്ച, ആട് നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, മുഹമ്മദ് തന്നെ പലവട്ടം മറന്നു പോയിട്ടുള്ള ഖുറാനാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുറാൻ. അപ്പൊ ഇതിന്റെ ഖുറാന്റെ മഹാത്മ്യത്തെ കുറിച്ച് നിങ്ങൾ വാചാലമാവേണ്ട കാര്യം ഇല്ല. അപ്പൊ അള്ളാഹുവുമായിട്ട് ഞങ്ങൾക്ക് പിന്നെ യാതൊരു കാര്യമില്ല. അതുകൊണ്ട് താങ്കൾ അറിഞ്ഞിരിക്കണം, അള്ളാഹു ഞങ്ങളെ സംബന്ധിച്ച് ഗോത്ര ദൈവമാണ്. ലാത്തയുടെയും മനാത്തയുടെയും ഉസ്സയുടെയും അപ്പനായിട്ടുള്ള അള്ളാഹു. ആ അള്ളാഹു ഈ അവരുടെ അപ്പനായിട്ട് സന്തോഷത്തോടെ ജീവിച്ചിരുന്നതാണ്. ആ അള്ളാഹുവിന് എന്ത് ചെയ്തു? മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അതിൽ നിന്ന് മോചിപ്പിച്ചു. അതില് ഞാൻ പറയുന്നതല്ല, ഖുറാൻ തന്നെ പറയുന്നുണ്ട് അള്ളാഹുവിന് എന്ത് ചെയ്തു? പെൺമക്കളെ കൊടുത്തു എന്നാണ് പറയുന്നത്. ലാത്തയും മനാത്തയും ഉസ്സയും പെൺമക്കളെ കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൽ അള്ളാഹുവിന് പരാതി ഉണ്ടെന്നാണ് സൂറ 53:19 മുതൽ 23 വരെ വായിക്കുമ്പോൾ പറയുന്നത്. അപ്പൊ ഇത് താങ്കൾ പറഞ്ഞതിനോടുള്ള മറുപടി ആയിട്ട് പറഞ്ഞതാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഉണ്ട് ഉണ്ട്. ഒരു പ്രാവശ്യം കൂടി സംസാരിച്ചു. അപ്പൊ അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത പറഞ്ഞാലേ, ഇപ്പൊ തോറയും ബൈബിളും ഒക്കെ ഞങ്ങളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളത് തിരുത്തിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വേറെ പൗലോസ് ഉണ്ടാക്കിയ ആരാണ് മതമാണ്. തിരുത്തിയേ? അപ്പൊ നിങ്ങൾ ആ എന്ന് തിരുത്തി? ബൈബിളിലെ ഗുണം അള്ളാഹു അങ്ങനെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ? ഉത്തരം പറ. പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അങ്ങനെ വചനം പറഞ്ഞിട്ടുണ്ടോ? തരാം, ഉണ്ട് വചനം തരാം. അപ്പൊ നിങ്ങൾ ബൈബിളിലെ ഗുണങ്ങൾ പറയുമ്പോൾ ആ ഗുണങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതാണ് ഇസ്ലാമിന്റെ അവകാശവാദം. നിങ്ങൾ അതിലുള്ള എന്താണ് ഈ എല്ലാ പറയുന്നത്? ദൈവിക വചനങ്ങളും അള്ളാഹു ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ടോ തിരുത്തിന്ന്? ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. വായിച്ചുതരാം. 5-ാം മുഹമ്മദ് അധ്യായം 12 പറഞ്ഞിട്ടുണ്ടോ? മുതൽ ഉണ്ട്. എന്താ ഖുർആനിൽ പറഞ്ഞേക്കുന്നത്? 5-ാം വായിക്കേ അധ്യായം വായിച്ചുതരാം. വായിക്കേ 5-ാം അധ്യായം 12 മുതലാണ്ട് വായിച്ചുതരാം. വായിക്കേ. അള്ളാഹു ഇസ്രായേൽ സന്തതികളോട് കരാർ വാങ്ങുകയും അവരിൽ നിന്ന് 12 നേതാക്കന്മാരെ നിയോഗിക്കുകയുമുണ്ടായി. അള്ളാഹു അവരോട് പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ പ്രാർത്ഥന മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും എന്റെ ദൂതന്മാരെന്ന് വിശ്വസിക്കുകയും അവരെ സഹായിക്കുകയും അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങളുടെ തിന്മകൾ നിങ്ങളിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയുകയും താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ അതിനുശേഷം നിങ്ങളിൽ നിന്ന് ആർ വിശ്വസിച്ചുവോ അവൻ നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. അവർ നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. ഈ 12 അപ്പോസ്തലന്മാരെ കഴിഞ്ഞ ശേഷം 5-13 അങ്ങനെ അവർ കരാർ ലംഘിച്ചതിന്റെ ഫലമായി നാം അവരെ ശപിക്കുകയും അവരുടെ മനസ്സുകളെ നാം കടുത്തതാക്കി തീർക്കുകയും ചെയ്തു. വേദവാക്യങ്ങളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു. അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ ഒരു ഭാഗം അവർ മറന്നു കളയുകയും ചെയ്തു. അവർ അല്പം ചിലരൊഴികെ നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചന മുഖേന നീ കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ അവർക്ക് നീ മാപ്പ് നൽകുകയും അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുക. നല്ല നിലയിൽ വർത്തിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടും. 5-14 ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞവരിൽ നിന്ന് നാം കരാർ വാങ്ങുകയുണ്ടായി. എന്നിട്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ നിന്ന് ഒരു ഭാഗം അവർ മറന്നു കളഞ്ഞു. അതിനാൽ അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും ശത്രുതയും വിദ്വേഷവും നാം ഇളക്കിവിട്ടു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു പിന്നീട് അവർ പറഞ്ഞറിയിക്കുന്നതാണ്. 5-15 വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിത് അള്ളാഹുവിങ്കിൽ എന്നൊരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നിരിക്കുന്നു. 5-16 അള്ളാഹു തന്റെ പൊരുത്തം തേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു. തന്റെ ഉത്തരവ് മുഖേന അവരിൽ അന്ധകാരങ്ങളിൽ നിന്നും അവർ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. 5-17 മറിയമിന്റെ മകൻ മസീഹ് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. പറയുക, നബിയെ പറയുക, മറിയമിന്റെ മകൻ മസീഹിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഭൂമിയിലുള്ള മുഴുവൻ പേരെയും അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ വല്ല നടപടിയിലും സ്വാധീനം ചെലുത്താൻ ആർക്കാണ് കഴിയുക? ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും എല്ലാം ആധിപത്യം അള്ളാഹുവിനത്രേ. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ 5-12 മുതൽ ഇതുവരെയുള്ളത് നിങ്ങളെ കുറിച്ചാ പറഞ്ഞത്. ആ കേട്ടോ? 12 കഴിഞ്ഞല്ലോ? അപ്പോസ്തലന്മാർ വന്നു, അവരുടെ ശേഷം കഴിഞ്ഞോ? മാറ്റം വന്നു. കഴിഞ്ഞു. ഇനി ഒരുപാടുണ്ട്. കഴി- തൽക്കാലത്ത് കഴിഞ്ഞു. ഒരുപാട് ഉള്ളത് അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ സഹോദരൻ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അള്ളാഹു ഇവിടെ എവിടെയാണ് തിരുത്തി എന്ന് പറഞ്ഞേക്കുന്നേ? ഈ അതെ, ഞാൻ വായിച്ചില്ലേ, അവർ മറന്നു കളഞ്ഞു, മറച്ചു വെച്ചു. ശ്രദ്ധിക്ക്. അള്ളാഹു ഈ വാക്യങ്ങൾ ഒരു സ്ഥലത്തും തിരുത്തി എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യകാല പണ്ഡിതന്മാര് ജലൈലാനിയുടെ വ്യാഖ്യാനം എടുത്തു.
ശ്രദ്ധിക്ക്. അസഹിഷ്ണുത പാടില്ല. കേൾക്കാനുള്ള ക്ഷമ വളരെ അത്യാവശ്യമാണ്. ജലീലാനിയുടെ വ്യാഖ്യാനം, ഇമാം റാസിയുടെ വ്യാഖ്യാനം, അതുപോലെ തന്നെ ഇന്നുള്ള ആധുനിക പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം എടുത്താലും തിരുത്തി എന്ന ഒരു സ്ഥലത്തും പറയുന്നില്ല. അത് അവർ പറയുന്നത് ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ഈ പണ്ഡിതന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഇവരെന്ത് ചെയ്തു? ആശയങ്ങളിൽ അവ്യക്തത കൊണ്ടുവന്നു. മനസ്സിലായോ? വ്യാഖ്യാനത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. വ്യാഖ്യാനത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു, ആശയത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു. അല്ലാതെ അവർ പറയുന്ന പ്രധാനപ്പെട്ട ന്യായമുണ്ട്. അള്ളാഹുവിന്റെ വചനം മാറ്റമില്ലാത്തതാണെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിൽ തിരുത്തൽ വന്നാൽ, അള്ളാഹുവിന്റെ വചനത്തിൽ തിരുത്തൽ വന്നാൽ, ഞങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഞങ്ങളുമായിട്ട് ഒരു കാര്യമില്ല, ഗോത്രദൈവമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങളാണെന്നാണ് പറയുന്നത്. ഈ അള്ളാഹു തന്നെ പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ വചനങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയത്തില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് തോറയും സാബൂറും ഇഞ്ചിയിലൊക്കെ അള്ളാഹുവിന്റെ വചനമാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു തിരുത്തൽ വന്നെന്ന് ഒരൊറ്റ പണ്ഡിതന്മാർ പോലും പറയുന്നില്ല ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ. അൺമ്യൂട്ട് ചെയ്യല്ലേ. ഒരൊറ്റ പണ്ഡിതന്മാർ പോലും പറയുന്നില്ല. ആശയത്തിൽ വ്യത്യാസം വന്നു, വ്യാഖ്യാനത്തിൽ വ്യത്യാസം വരുത്തി എന്നൊക്കെ പറയുന്നുള്ളൂ. അതിന് അവർ പറയുന്ന ന്യായം എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വചനത്തെ സംരക്ഷിക്കാൻ കഴിയാത്തവനായിട്ട് മാറും. അതൊരു ചോദ്യമല്ലേ? തിരുത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞിട്ടില്ല തിരുത്തിൽ വന്നിട്ടുണ്ട്. തിരുത്തി എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്ന് തിരുത്തി എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, മുഹമ്മദ് പറഞ്ഞിട്ടില്ല. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് അക്ഷരികമായ തിരുത്തലല്ല, വ്യാഖ്യാനത്തിൽ വരുത്തിയ വ്യത്യാസമാണ്. ഇനി അള്ളാഹു അങ്ങനെ തിരുത്തി എന്നിരിക്കട്ടെ, ഇതിങ്ങനെ തിരുത്തി, വാദത്തിന് വേണ്ടി തിരുത്തി എന്നുള്ള കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്റെ വേദത്തെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവനായിട്ട് അള്ളാഹു മാറും. കാരണം അള്ളാഹു തന്നെയാണ് പറഞ്ഞേക്കണേ, എന്റെ വചനത്തിൽ വ്യത്യാസം വരില്ല, മാറ്റം വരില്ല, മാറ്റം വരുത്താൻ കഴിയത്തില്ല, അള്ളാഹുവിന്റെ വചനത്തിൽ മാറ്റമില്ല എന്ന് അള്ളാഹു തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അള്ളാഹു അതിന് കഴിവില്ലാത്തവനായിട്ട് മാറും. അള്ളാഹുവിന്റെ വചനത്തെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ദൈവമായിട്ട് അള്ളാഹു മാറും. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ മുഹമ്മദിനെ സംബന്ധിച്ചായാലും അള്ളാഹുവിനെ സംബന്ധിച്ചാണെങ്കിലും ബൈബിളിന്റെ കഥകളിൽ പിടിച്ചാണ് ഈ നിലനിൽപ്പ്. ബൈബിളിൽ ഇല്ലാത്ത ഏതെങ്കിലും പ്രവാചകന്മാരുടെ കാര്യം ഖുറാനിലുണ്ടോ? ബൈബിളിലുള്ള പ്രവാചകന്മാരുടെ കഥകള് പല രീതിയിൽ കോപ്പി ചെയ്ത് എഡിറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഖുറാനിലുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഖുറാനിലില്ല. ഇനി അള്ളാഹുവും ഈസയും ഒന്നാണെന്ന് പറയരുത്. ഞങ്ങൾ അള്ളാഹുവും ഈസയും ഒന്നാണെന്ന് പറയുന്നില്ല. അള്ളാഹു ഞങ്ങളെ സംബന്ധിച്ച് ഗോത്ര ദൈവമാണ്. മനസ്സിലായോ? ലാത്തയുടെയും മനാത്തയുടെയും ഉസയുടെയും അപ്പനായിരുന്നു. ആ അള്ളാഹുവിനെ എന്ത് ചെയ്തു? ആ അള്ളാഹുവിനെ മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിൽ അള്ളാഹു തന്നെ ഒരു അസഹിഷ്ണുതപ്പെടുന്നുണ്ട്. എനിക്ക് പെമ്മക്കളെ തന്നെന്നും പറഞ്ഞ് സൂറ 53 19 മുതൽ 23 വരെ വായിക്കുമ്പോ. അപ്പൊ ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ല, പിന്നെ എങ്ങനെ അള്ളാഹുവിനെ ഈസേനെ ഒന്നാക്കാൻ പോകുന്നേ? ഈസയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. അള്ളാഹു ഈസയും മറിയും ചേർന്ന വിശ്വാസമാണ് ഖുറാൻ. ആ വിശ്വാസത്തെയാണ് അള്ളാഹു എതിർക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ, ഈസയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ അള്ളാഹു ഈസയും ഞങ്ങൾക്ക് ഒന്നാവണ എങ്ങനെയാ? ഈസ ഞങ്ങളെ സംബന്ധിച്ച് മിത്തിക്കൽ കഥാപാത്രമാണ്, അള്ളാഹു ഗോത്ര ദൈവമാണ്. മനസ്സിലായോ? ഇനി ബൈബിളിനെ സംബന്ധിച്ച് ഇത് കേട്ടോ. ബൈബിളിനെ സംബന്ധിച്ച് ബൈബിൾ ക്രോഡീകരിക്കപ്പെട്ട കാര്യം ഞാൻ പറയാം. എങ്ങനെയാണ് ബൈബിളിന്റെ ക്രോഡീകരണത്തിന് ഒരു ചരിത്രമുണ്ട്. ബൈബിൾ ക്രോഡീകരിക്കപ്പെട്ടതിന് അതിന് കൃത്യമായ ക്രൈറ്റീരിയ ഞങ്ങൾക്കുണ്ട്. ദൃക്സാക്ഷികളായിരിക്കണം എഴുതിയത്, അല്ലെങ്കിൽ ദൃക്സാക്ഷികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചവരായിരിക്കണം, യേശുവിന്റെ അപ്പോസ്തലന്മാരായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകന്മാരാൽ എഴുതപ്പെട്ടതായിരിക്കണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതായിരിക്കണം. ഈ ബൈബിൾ ഇങ്ങനെ ഈ ഒരു ക്രൈറ്റീരിയ വെച്ച് ബൈബിൾ എടുക്കുമ്പോ ബൈബിൾ എന്നാണ് എഴുതപ്പെട്ടത്, എപ്പോഴാണ് അത് എഴുതി പൂർത്തിയാക്കപ്പെട്ടത്? പഴയ നിയമത്തിന്റെ കയ്യെഴുത്ത് പ്രതികൾ 1947 ചാവുകടലിന്റെ സമീപത്ത് നിന്ന് കിട്ടിയ അന്ന് വരെ ഉണ്ടായിരുന്ന കയ്യെഴുത്ത് പ്രതികളുമായിട്ട് ഒത്തു നോക്കിയപ്പോ വള്ളി പുള്ളി വ്യത്യാസം ഇല്ലാതെ, ആശയത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഈ ചാവുകടൽ ചുരുളുകളിൽ നിന്ന് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്.
വ്യത്യാസം ഇല്ല എന്നുള്ളത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ AD 48 മുതലാണ് പുതിയ നിയമം എഴുതി തുടങ്ങുന്നത്. AD 100 എഴുതി പൂർത്തിയാക്കപ്പെട്ടു. AD 132 മുതലുള്ള കൈയെഴുത്ത് പ്രതികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. AD 150, 200 മുതലുള്ള കൃത്യമായിട്ടുള്ള കൈയെഴുത്ത് പ്രതികളുണ്ട്. മനസ്സിലായോ? ഇത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന എവിടെയൊക്കെയാ? ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, വത്തിക്കാൻ ലൈബ്രറിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, വാഷിംഗ്ടൺ ലൈബ്രറിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും കാര്യങ്ങളുള്ള പരിശോധിച്ച് നോക്കാം. ഈ കൈയെഴുത്ത് പ്രതികൾ 132 മുതലുള്ള കൈയെഴുത്ത് പ്രതികളുണ്ട്. ഖുറാന്റെ അവസ്ഥ എങ്ങനെയാണോ? അല്ല. ഉസ്മാൻ കത്തിച്ചു കളഞ്ഞു. നിലവിലുണ്ടായിരുന്ന എല്ലാ ഖുറാനും ഒരുമിച്ച് വരുത്തിയിട്ട് ഒരു റിവൈസ്ഡ് വേർഷൻ ഉണ്ടാക്കി മൊത്തത്തിൽ ഉസ്മാൻ കത്തിച്ചു കളഞ്ഞു. ഉസ്മാൻ ആരാ അതിന് അധികാരം കൊടുത്തേ? കത്തിച്ചു കളഞ്ഞിട്ട് പിന്നെ ഹബ്സയുടെ കയ്യിൽ ഇരുന്നതും ആദ്യം അബൂബക്കറിന്റെ കാലത്ത് ക്രോഡീകരിച്ച ആ ഖുറാനും മദീനയിലെ ഗവർണർ കത്തിച്ചു കളഞ്ഞു. ഇനി 114 അധ്യായമാണോ 112 അധ്യായമാണോ എന്നുള്ള കാര്യത്തിൽ സയ്യിദ് ബിൻ സാബിത്തും അതുപോലെ തന്നെ ഇബ്നു മസൂദും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. സയ്യിദ് ബിൻ സാബിത്ത് ക്രോഡീകരിച്ച ഖുറാൻ ഇബ്നു മസൂദ് അംഗീകരിച്ചിരുന്നില്ല. മുഹമ്മദ് തന്നെ എത്രയോ ആയത്തുകൾ മറന്നുപോയി, ആട് നിന്ന് നഷ്ടപ്പെട്ടു, പലരും മറന്നുപോയി. ഇതാണ് ഖുറാൻ. ഈ ഖുറാനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നീ തിരുത്തപ്പെട്ട ഖുറാനിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, കത്തിച്ചു കളയപ്പെട്ട ഖുറാനിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആ ഖുറാൻ ഞങ്ങൾക്കെന്തിനാ? ആ അള്ളാഹു ഞങ്ങൾക്കെന്തിനാ? ആ മുഹമ്മദ് ഞങ്ങൾക്കെന്തിനാ? ആ ഈസ ഞങ്ങൾക്കെന്തിനാ? ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ആവശ്യമായ രക്ഷയ്ക്ക് മതിയായതായ തിരുവെഴുത്ത് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ ന്യായം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. പൊന്നുമോൻ ചെന്ന് കാര്യങ്ങൾ പഠിക്കേ. ആ തോമസ് ബ്രദർ ഉണ്ടോ? തോമസ് ബ്രദർ ഞാൻ പറഞ്ഞോട്ടെ സിജോ ആ ബ്രദറെ? ഉണ്ട് ഉണ്ട് ഉണ്ട്. കാര്യം അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. പാവം താങ്ക് യു. വരാം. പാവം ഒന്ന് വെയിറ്റ് ചെയ്യ്. പാവം ഒന്ന് ഒന്ന് വെയിറ്റ് വെയിറ്റ് ചെയ്യാം, പാവം വെയിറ്റ് ചെയ്യാം. ഞാൻ വാസ്തവത്തിൽ ഇന്നൊരു മുസ്ലിം സഹോദരനെ കണ്ടു. അപ്പൊ പുള്ളി വേറെ രണ്ടൊരു നടക്കാൻ പോയത്. അപ്പം ഇത് സെയിം ടോപ്പിക് കെയിം അപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തു ഓഫ് ദ ബൈബിൾ ആൻഡ് ദ ഈസ ഓഫ് ദ ഖുറാൻ ആർ ടോട്ടലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. Allah of the Quran and Yahweh, God Almighty of the Bible is two different characters. Yahweh as different character ആണ്, യഹോവയും അല്ലായും. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ആണ് ദൈവം. വാസ്തവത്തിൽ this topic is very much good എന്ന് പറയാൻ കാരണം now tomorrow when I meet him I can tell these things. So I am very thankful that this topic is coming for discussion. Thank you. എന്താ അല്ല ഈ സിജോ ബ്രദറെ, അപ്പൊ നിങ്ങൾ ഈ രണ്ടാം വത്തിക്കാൻ സഭ കൗൺസിലിൽ എന്താ അപ്പൊ യേശു ഈ ജീസസ് ഒന്നാന്ന് പറയുന്നത്? യേശുവും അതേപോലെ ഈസാ നബിയും ആ ഇത് പണ്ഡിതന്മാർക്ക് അറിയില്ല? ഇത് കേട്ടോ, മ്യൂട്ട് ചെയ്യ് പറയാം. ഈ ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത് ബൈബിളാണ്. കൗൺസിലുകൾ അന്തിമമാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. വിശ്വാസ പ്രമാണങ്ങളിൽ കാലാകാലങ്ങളിൽ തിരുവെഴുത്തിനോടനുബന്ധിച്ച് തിരുവെഴുത്തുകൾ പരിശോധിച്ച് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞേക്കുന്നതല്ല ഞങ്ങളെ സംബന്ധിച്ച് ആധികാരികം. ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ബൈബിൾ പറയുന്നുണ്ട് ഈശയും യേശു ഒന്നാണെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് ക്രൂശിക്കപ്പെടാത്ത, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാത്ത യേശു ക്രിസ്തുവുമായിട്ട് ഈസയ്ക്ക് യാതൊരു ബന്ധവുമില്ല. എന്താണ് ഈസ എന്ന പേരിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞല്ലോ, ഈസയുടെ കഥ എവിടെ നിന്ന് എടുത്തേക്കുന്നേ? ഇൻഫൻസി ഗോസ്പലായ തോമസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. തോമസിന്റെ സുവിശേഷം നിങ്ങൾ പോയി പരിശോധിച്ചോ. നോസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള, ജ്ഞാനമതത്തിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള കൃതിയാണ്. അതിൽ നിന്ന് കോപ്പി അടിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈസയെ ഞങ്ങൾ എന്തിനാണ് സഹോദരൻ അംഗീകരിക്കണ്ടേ? ഞങ്ങളുടെ തലയിൽ എന്തിനാ നിങ്ങൾ ചുമത്തുന്നത്? നിങ്ങൾ വിശ്വസിച്ചോ. നിങ്ങൾ വിശ്വസിക്കേണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. നിങ്ങൾ വിശ്വസിച്ചോ. ഞങ്ങൾ വിശ്വസിക്കത്തില്ല. ചരിത്രത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഞാൻ എത്രയോ തെളിവുകൾ പറഞ്ഞേ. ബൈബിളിന് തെളിവ് പറഞ്ഞു, ബൈബിളിന് പുറത്തുള്ള തെളിവുകൾ പറഞ്ഞു. ടാസിറ്റസ് ഒക്കെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ? പീലാത്തോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പീലാത്തോസ്, ബൈബിളിലെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോ അവിടെ ഭരിച്ചിരുന്ന ടൈബീരിയസ് കൈസറാണ്. ടൈബീരിയസ് കൈസർ ഭരിക്കുമ്പോൾ യഹൂദിയിൽ ഗവർണറായിരുന്ന പൊന്തിയോസ് പീലാത്തോസ് ആണ്. ടാസിറ്റസ് അത് കൃത്യം പറയുന്നുണ്ട്. ഈ പൊന്തിയോസ് പീലാത്തോസിനെ കുറിച്ച് ബൈബിളിന് പുറത്ത് പറഞ്ഞിരിക്കുന്ന ഏക ചരിത്രകാരനാണ് ടാസിറ്റസ്. പഠിക്കേണ്ട ഇതൊക്കെ. മനസ്സിലായോ? ഈ ഈസയെ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എടുത്തോ. ഈസ ഞങ്ങളുടെ യേശുവാണെന്ന് പറഞ്ഞു വരരുത്. അതാണ് വിഷയം. അല്ല ഞാൻ ചോദിച്ചോട്ടെ, വൺ മോർ തിങ്. ഈസയുടെ അമ്മ ആരാ? മറിയം സപ്പോസ് ടു ബ്രദർ ഓഫ് മൂശ എന്ന് പറഞ്ഞല്ലേ ഖുറാനിൽ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം തെറ്റുവാദം ഉണ്ടല്ലോ അവിടെ. അങ്ങനെയാണെങ്കിൽ ദാവീദിന്റെ പുത്രനാണ് യേശു എന്നല്ലോ, ദാവീദിന്റെ മകനാണ് യേശു. അപ്പൊ അയ്യേ, നിങ്ങൾ അത് പരമ്പര സ്പിരിച്വൽ വേ അല്ലേ അത് ദാവീദ്? പരമ്പര അതെങ്ങനെയാ പാവം പറയുന്നത്? ദാവീദ് പുത്രൻ, ദാവീദിനേക്കാൾ മുമ്പേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ.
അത് എബ്രഹാമിന് മുമ്പേ ഉണ്ടെന്ന് പറഞ്ഞു, യേശു ക്രിസ്തു അതെ, ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ അപ്പൊ വിശ്വസിക്കുന്നു. ദാവീദിന്റെ പുത്രന് ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് നിങ്ങൾ ഖുറാൻ ഡയറക്റ്റ് ദാവീദിന്റെ പറഞ്ഞത്. ദാവീദ വംശത്തിൽ വന്ന ജനിച്ച യേശു ആ ക്രിസ്തു. വംശത്തിലുള്ള അതായത് എഴുതിയ he was ദാവീദിന്റെ there before. പുത്രനാണ് എഴുതിയത്, അത് മാത്രമല്ല, പാവം വംശത്തിലുള്ള ലിസൺ, വംശത്തിലില്ല. നിക്ക്, ഈവൻ ബിഫോർ എബ്രഹാം വാസ് മൈ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ബൈബിളിനകത്ത്. അർത്ഥം എന്താ? he was there, he is there from the beginning. ആ വചനത്തിൽ ദാവീദിന്റെ പുത്രൻ ഡയറക്റ്റ് ആണ്. അത് ഡയറക്റ്റ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ അത് നമ്മൾ പുത്രൻ മീൻസ് വാട്ട്? ഞാനൊന്ന് സംസാരിച്ചോട്ടെ. മെഹരിഷെ, ഇവിടെ കാണേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ബൈബിളിനകത്തുള്ള യേശു ക്രിസ്തു ജനിച്ചത് യഹൂദ ജൂദാഗോത്രത്തിലാണ് ജനിച്ചത്. പക്ഷെ നിങ്ങളുടെ ഖുറാനകത്തുള്ള എന്താ പറയുക, ഈസ എന്ന് പറയുന്ന ആ എന്താ പറയാ മറിയയുടെ എന്താ പറയുന്നത് മകൻ എന്ന് പറയുന്നത് ജനിച്ചത് ലേവി ഗോത്രത്തിലാണ് ജനിച്ചത്. അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ. ഇത് രണ്ടാണ് പക്ഷെ നിലയ്ക്ക് ഈ ഒരു കാര്യം ലേവി മാത്രം. അല്ല, വൺ മോർ തിങ്. അല്ല, ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ മുഹമ്മദിന് എന്താ ആഗ്രഹം അറിയാമോ? വൺസ് എവറിങ് ഇസ് ഓവർ, ഹി വാണ്ട്സ് ടു ഗെറ്റ് മാരിഡ് ടു മറിയം ഇൻ ഹെവൻ. പക്ഷെ തോമസ് ചേട്ടാ, അതുകൊണ്ട് ഒരു സെക്കൻഡ് സഹോദരന്മാരെ, പാവത്തിന് എന്താ പറയാനുള്ളതിന് പറഞ്ഞോ. ബൈബിളിലുള്ള യേശുവേക്കാൾ 10 മടങ്ങ് പവർഫുൾ ആണ് ഖുർആനിലുള്ള ഈസാ നബി അലൈഹി സ്വലാം. എന്നുവെച്ചാൽ ഒരു പോറൽ പോലും മേൽക്കാതെ ദൈവത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ബൈബിളിലെ യേശുവോ നാട്ടുകാരെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങി കുരിശിൽ തറക്കപ്പെട്ടു. രണ്ടും വ്യത്യാസമുണ്ട്. പറയാം, ഇങ്ങനെ പറയരുത്. ഈ രീതിയിൽ പറയുമ്പോ അത് വിഷയം മാറി. തോമസ് ബ്രദറെ നിൽക്കുക. മെഹർഷ ഈ രീതിയിൽ പോയി ഒരു കഴിയുവാണെങ്കിൽ ഞങ്ങൾ സെക്കൻഡ്, പിന്നെ ഒരു സെക്കൻഡ്, മുഹമ്മദ് എങ്ങനെയാ അയരൻ ബ്രദർ മരിച്ചതെന്നൊക്കെ ഒരു സെക്കൻഡ്, എടുത്തിട്ടുണ്ടായിട്ട് വരും. വെറുതെ അയരൻ ആവശ്യമില്ലാത്ത ബ്രദർ ഒരു വാക്കിലേക്ക് സെക്കൻഡ്, പോകരുത്. നമ്മൾ അങ്ങനെ അയരൻ ബ്രദർ ഒരു സെക്കൻഡ്, നമ്മൾ അങ്ങനെ ഡീൽ ചെയ്യണ്ട. നമ്മുടെ പാവപ്പെട്ട സിജോ സഹോദരനുണ്ട്. സിജോ സിജോ ബ്രദർ, ഒരു കാര്യം ഞാൻ പറയാം. പറയാം അതായത് പറഞ്ഞു. ഒരു കാര്യം ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മെഹരിഷ് എന്ന് പറഞ്ഞ ഈ സഹോദരൻ, അല്ലെങ്കിൽ ഈ പാവം പയ്യൻ, ഇദ്ദേഹം നമ്മൾ കുറെ നാളായിട്ട് ഇദ്ദേഹത്തിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിമം കോമൺ സെൻസോ വിവേകമോ പ്രൂഡൻസോ അല്ലെങ്കിൽ പഠനമോ ഇല്ലാത്ത ഒരു നിഷ്കളങ്കനായ പാവം പയ്യൻ അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾക്ക് ഈ IBT പോലത്തെ ഒരു ഇന്റലക്ച്വൽസ് ഡീൽ ചെയ്യുന്ന ഈ ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ സംസാരങ്ങൾക്ക് നമ്മൾ ഇടകൊടുക്കരുത്. നമ്മളൊരു ഫോൾസ് ടോക്ക് ഇവിടെ ഉണ്ടാക്കരുത്. ഇത് ഇങ്ങനെയുള്ള മനുഷ്യരെല്ലാം പോയി പഠിക്കട്ടെ. കാരണം ഇവർക്ക് ഒരു മിനിമം ഇന്റലക്ച്വൽ ഹോണസ്റ്റിയോ ഹാർഡ് വർക്കോ സിൻസിരിറ്റിയോ, ഇവർ പറയുന്ന ശബ്ദത്തിനോട് പോലും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത മനുഷ്യരാണ്. ഇപ്പൊ നമ്മള് ഈ ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ഏകദേശം ഇത്രയും പാതിരിയായെങ്കിൽ 155 പേര് കേൾക്കുന്നുണ്ട്. ഈ പയ്യനെ ഒന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ഫൂളിഷ്നെസ്. താങ്ക് യു. ഓക്കെ, നമ്മൾ ഇതിനും കൂടി മറുപടി പറഞ്ഞിട്ട് നമ്മളിവിടെ കൺക്ലൂഷനിലേക്ക് പോവാണ്. നമ്മള് 8 മണിക്ക് തുടങ്ങിയതാണ്, 4-4.5 മണിക്കൂറായി. പാവം പയ്യൻ സിജോ എന്തോ ബ്രദർ, വലിയ സംഭവം. അൻവർക്ക് പാവം വന്നിട്ടുണ്ട്. കേൾക്ക് പാവം അവനെ പാവം കേൾക്ക. പാവം പയ്യൻ എന്തോ വലിയ കാര്യം സംസാരിക്കാനായിട്ട് വന്നത്. അപ്പൊ ഞാൻ ഓർത്തു ആരിസ് മദനിയും മുഹമ്മദ് ഈസയും MM അക്ബറിനൊന്നും കഴിയാത്ത കാര്യം പാവം പയ്യന് കഴിയും എന്ന് ഞാൻ ചിന്തിച്ചു. വെറുതെ ഒരു മോഹമായിട്ട് അത് മാറി. പറയുന്ന കാര്യമല്ല. പിന്നെ പാവം അസഹിഷ്ണുത നിങ്ങളുടെ ഏറ്റവും വലിയ സംഭവമാണ്. കേൾക്കാൻ നിങ്ങൾക്ക് ഒട്ടും മനസ്സില്ല. കേൾക്ക്. അപ്പൊ പാവം പയ്യൻ എന്ത് ചെയ്തില്ല? അത് കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ പാവം പയ്യൻ അത് കഴിയുന്നില്ല. ഈ ചാറ്റ് ബോക്സിൽ കിടന്ന് സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. മുകളിലോട്ട് കയറി വരുമ്പോ എന്ത് ചെയ്യും? അത് മാറും. സംസാരിക്കാൻ അറിയണം. ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അതിൽ പിടിച്ച് അടുത്തേക്കും അങ്ങനെയല്ല സംസാരിക്കണ്ടേ. മനസ്സിലായി? നമ്മൾ ലോജിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈസ ഗ്ലാമറസ് കഥാപാത്രമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ശരിയാണ്. ഖുറാൻ പറയുന്ന ഈസ, ഞങ്ങൾ ഇന്ന് ആ വിഷയം കൂടി ഡീൽ ചെയ്തു. നിങ്ങൾ പോയി റീപ്ലേ കാണാം. ഖുറാൻ പറയുന്ന ഈസ അള്ളാഹുവിനേക്കാളും മുഹമ്മദിനേക്കാളും ഗ്ലാമറസ് ആണ്, ശ്രേഷ്ഠമാണ്. 6 വയസ്സുള്ള ഐഷയെ കിട്ടിയ, വളർത്തുമകന്റെ ഭാര്യയെ കൈവശമാക്കിയ, ഒട്ടനവധി സ്ത്രീകളെ മൃഗീയമായിട്ട് കൊന്ന മുഹമ്മദിനേക്കാളും എന്ന് പറഞ്ഞാൽ, അത് മാത്രമല്ല, ശത്രുക്കളെ പോലും ഇപ്പൊ 24 ഖുറൈശി ഗോത്രത്തിന്റെ 24 മൂപ്പന്മാര് ബദർ യുദ്ധവേളയിൽ അവരെ വധിച്ചതിന് ശേഷം അവരെ മലിനമായൊരു കിണറ്റിലേക്ക് അവരുടെ ശവശരീരം വലിച്ചെറിഞ്ഞ ശവശരീരത്തെ പോലും നിന്ദിക്കുന്ന മുഹമ്മദിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരാളല്ല ഈസ. ഈസ തീർച്ചയായിട്ടും മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠനാണ്. എന്ന് മാത്രമല്ല, മുഹമ്മദിനെ കല്യാണം കഴിക്കാൻ വേണ്ടി എപ്പോഴും ആയത്തിറക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനേക്കാളും ശ്രേഷ്ഠനാണ് ആര്? ഈസ. ഈസയിൽ ധാർമ്മികമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. മുഹമ്മദിനേക്കാളും ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ. സ്ത്രീകളെ കൊല്ലാൻ സബ്ജക്ട് പോകുന്നില്ല. മുഹമ്മദ് നബി അല്ല, ആയില്ലേ? സബ്ജക്ട് മുഹമ്മദ് നബി. മോനെ കേൾക്ക്. അസഹിഷ്ണുതയാണെങ്കിൽ താഴോട്ട് പോക്കോ.
ഇരിക്കാമെങ്കിൽ ഇരിക്കാം. ഓക്കെ, ഇത്ര നേരം സംസാരിക്കാൻ അവസരം തന്നല്ലോ, ഈ പറയുന്ന കേൾക്കാം. അപ്പൊ ഈ ഈസയ്ക്ക് മുഹമ്മദിനേക്കാളും ധാർമ്മികതയുണ്ട്, അള്ളാഹുവിനേക്കാളും ധാർമ്മികതയുണ്ട്. അള്ളാഹു മുഹമ്മദിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആയത്തിറക്കുകയാണ്. ഞാൻ പറയുന്നത് തെറ്റാണോ? ഖുറാൻ തന്നെ പറയുന്നതാണ്, അള്ളാഹും മുഹമ്മദും കൂടി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഒപ്പം പ്രാധാന്യം മുഹമ്മദിന് വരികയാണ് അവിടെ. അള്ളാഹു മുഹമ്മദ് എന്തിനാ അള്ളാഹു മുഹമ്മദിനെ പിടിക്കുന്നത്? അള്ളാഹുവിനെ തന്നെ ഒരു കാര്യം തീരുമാനിച്ചാൽ പോരെ? ഇത് വിശ്വാസ പ്രമാണം നോക്ക്. അള്ളാഹുവിനോട് ചേർന്ന് പറയുന്നത് മുഹമ്മദിനെയാണ്. പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ യാതൊരു വിവേചനവും കാണിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് മുഹമ്മദിനെ മാത്രം അതിനെ ചേർത്ത് പറയാണ്. സത്യത്തിൽ മുഹമ്മദിനെ അല്ല നിങ്ങൾ ചേർത്ത് പറയേണ്ട, ഈസയെ പറയണം. മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠനാണ് ഈസ. അള്ളാഹു മുഹമ്മദിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആയത്തുകൾ ഇറക്കുന്ന സൈനബയുടെ വിഷയത്തിലേക്ക് അള്ളാഹു ആയത്തിറക്കുന്ന കാര്യം നമുക്കറിയാം. അതിനേക്കാളും ശ്രേഷ്ഠമാണ് ഈസ. സത്യത്തിൽ നിങ്ങൾ ഈസയാണ് ദൈവമായിട്ട് ആരാധിക്കേണ്ടത്. അങ്ങനെയാണ് ഇസ്ലാമിനെ കുറച്ചുകൂടി പിടിച്ചേക്കാൻ പറ്റും. അള്ളാഹുവിനെ മുഹമ്മദിനെയൊക്കെ മാറ്റി ഈസയെ നിങ്ങൾ അപ്പൊ എന്ത് ഖുർആൻ തള്ളണ്ടില്ല ചെയ്യുക? സിജു ബ്രദറെ, ഖുർആൻ ഒഴിവാക്കണ്ടില്ല അപ്പൊ ഈസയെ ആരാധിക്കണമെങ്കിൽ? അതെ, എങ്ങനെ ഒഴിവാക്കണം. ഖുറാൻ ഒഴിവാക്കാൻ വേണ്ടിയേ പറഞ്ഞത്. ഖുറാൻ ഒഴിവാക്കി അതിനെ പറയുന്നത്? ഈ അള്ളാഹുവിനെ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഈസയെ മാത്രം എടുത്തോ. ഈസയെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഭാഗങ്ങൾ മാത്രം നിങ്ങൾ വെച്ചോ. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ഈസ പിടിച്ചു നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത് പറ്റും. ഞാൻ ദൈവമല്ല, ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നത്. നിങ്ങൾ അപ്പൊ തന്നെ അങ്ങനെ പറഞ്ഞല്ലോ എങ്ങനെ? ഈസ ശ്രേഷ്ഠനാണെന്ന്. അല്ല പാവം പയ്യൻ, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഈസ ശ്രേഷ്ഠനാണ്. ഈസ ശ്രേഷ്ഠനാണ്, അള്ളാഹുവിനേക്കാളും ശ്രേഷ്ഠനാണ്, അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുഹമ്മദിനേക്കാളും ശ്രേഷ്ഠനാണ്. ഖുറാനിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള കഥാപാത്രം ഈസ. ഈസ സ്ത്രീകളെ കൊല്ലാൻ പോയിട്ടില്ല, വളർത്തുമകന്റെ ഭാര്യയെ കൈവശമാക്കാൻ പോയിട്ടില്ല, 6 വയസ്സുള്ള കുഞ്ഞു പെണ്ണിനെ അത് കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് ഈസ പോയിട്ടില്ല. വിഷയം മാറ്റിയത് യേശു ശവശരീരങ്ങളോട് കുറിച്ച് പറയും. അനാദരവ് ശ്രദ്ധിക്കേ, ശവശരീരങ്ങളോട് അനാദരവ് കാണിച്ചിട്ടില്ല. ഈസ ശ്രേഷ്ഠൻ. ഈസയെ നിങ്ങൾ ആരാധിക്കേ. അള്ളാഹുവിനെ മുഹമ്മദിനെയൊക്കെ മാറ്റിക്കള. അല്ല, അപ്പൊ ഈ ഈസയിലേക്ക് യഹോവ വാ. ക്രൂരനായ യഹോവ യേശു ഒന്നല്ലേ? അടുത്ത ഇനി കേട്ടോ. ഞാൻ ഇനി ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ താഴെ വിടും. ഇനി യേശുക്രിസ്തുവിലേക്ക് വാ. യേശുക്രിസ്തുവിൽ എന്ത് കളങ്കമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞ, അതുപോലെ തന്നെ ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാട്ടിക്കൊടുക്കാൻ പറഞ്ഞ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാൻ പറഞ്ഞ യേശുവിൽ എന്ത് കളങ്കം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? യേശുവിൽ ഒരു തെറ്റിനെ കുറിച്ച് കുറവിനെ കുറിച്ച് ആർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും? നിങ്ങൾ പറഞ്ഞല്ലോ നാട്ടുകാര് കൊന്നു, നാട്ടുകാരെന്ത് ചെയ്തു? അടിച്ചു കൊന്നു. ശരിയാണ്. ഞങ്ങൾക്കും ഞങ്ങളുടെ പാപത്തിനും വേണ്ടി മരണശിക്ഷയിലൂടെ കടന്നുപോയി, പീഡനങ്ങളിലൂടെ കടന്നുപോയി, കഷ്ടങ്ങളിലൂടെ കടന്നുപോയി, മരണവേദനയിലൂടെ കടന്നുപോയി. ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ക്രൂശ് മരണം ഞങ്ങളെ സംബന്ധിച്ച് പരാജയമല്ല, വിജയമാണ്. മരണത്തെ ജയിച്ച് ക്രിസ്തു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ കണ്ടുമുട്ടാൻ മുഹമ്മദിന് ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ അത് മുഹമ്മദിന് നന്നായി തീർന്നേനെ. അങ്ങനെ കണ്ടുമുട്ടാൻ ഭാഗ്യം മുഹമ്മദിന് ഉണ്ടായില്ല എന്ന് മാത്രമാണ് എന്റെ സങ്കടം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചർച്ചകൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം വളരെ നമുക്ക് മുന്നോട്ട് പോയി. ഐറിൻ ബ്രദറിന് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ബോണ്ട് ബ്രദറിനും ഐറിൻ ബ്രദറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഐറിൻ പറഞ്ഞിട്ട് ബോണ്ട്. അല്ല ബ്രദറെ, ഞാൻ ഇത് കേറി വന്നത് ഈ മെഹർ സിജോ പാസ്റ്ററെ, അല്ല നമ്മള് സിജോ പാസ്റ്റർ എന്നാലും ഇവിടെ കുഴപ്പമില്ല. പക്ഷെ മുഹമ്മദിനെ പറ്റി ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാം വൈഡാണ്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി തന്നെ നിങ്ങൾ ആ ബൈബിളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാല് ബൈബിള്, അതിന്റെ മുമ്പുള്ള തോറ, ഇതൊക്കെ അംഗീകരിക്കുന്നവരാണ്. ഇതിലുള്ള നല്ല സദ്ഗുണങ്ങളൊക്കെ ദൈവത്തിൽ നിന്നാണ് വിശ്വസിക്കുന്നവരാണ്. അതിലുള്ള പ്രവാചകന്മാരൊക്കെ ഇസ്ലാമിനുണ്ട്. യഹൂദന്മാർക്കുള്ളതും ക്രൈസ്തവർക്കുള്ള എല്ലാ സംഭവങ്ങളും ഇസ്ലാമിലുണ്ട്. അപ്പൊ ഇസ്ലാം ഒന്നിനും തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ. ഈസാ നബിയെ നിങ്ങൾ ദൈവമായി കാണുന്നു, ഞങ്ങൾ പ്രവാചകമായി കാണുന്നു. അതാണ് ശരിക്കുള്ള വ്യത്യാസം. അതാണ് വത്തിക്കാൻ സഭ അവിടെ പ്രഖ്യാപിച്ചത്. ഖുർആൻ 4-ാം അധ്യായം 157 പറയുന്നു, അള്ളാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ മസീഹ് ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാൽ വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു. ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. ഇസ്രായേൽ സന്ധികളിലേക്ക് അവനെ ദൂതനായി നിയോഗിക്കുകയും ചെയ്യും. അവൻ അവരോട് പറയും, നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ എന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. പക്ഷിയുടെ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഞാൻ അതിൽ ഊതുമ്പോൾ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അതൊരു പക്ഷിയായി തീരുകയും ചെയ്യും. അള്ളാഹുവിന്റെ അനുവാദപ്രകാരം ജന്മനാ കാഴ്ചയില്ലാത്തവരെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ തിന്നുന്നതിനെ പറ്റിയും
നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിച്ച് തരികയും ചെയ്യും. തീർച്ചയായും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈസാക്ക് അള്ളാഹു ഗ്രന്ഥവും ജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കുകയും ചെയ്യും. തൊട്ടിലായിരിക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും അവൻ ജനങ്ങളോട് സംസാരിക്കുന്നതാണ്. അവൻ സദ്വൃത്തരിൽപ്പെട്ടവനായിരിക്കും. മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. മറിയമേ, തീർച്ചയായും അള്ളാഹു നിനക്ക് അവന്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവന്റെ പേർ മറിയമിന്റെ മകൻ മസീഹ് ഈസ എന്നാകുന്നു. അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവനുമായിരിക്കും. എന്റെ മുമ്പിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നതിനായിക്കൊണ്ടും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ചിലത് നിങ്ങൾക്ക് അനുവദിച്ചു തരുവാൻ വേണ്ടിയുമാകുന്നു ഞാൻ നിയോഗിക്കപ്പെട്ടുള്ളത്. നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ എന്നുള്ള ദൃഷ്ടാന്തവും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ രക്ഷിതാവാകുന്നു. അതിനാൽ അവരെ നിങ്ങൾ ആരാധിക്കുക. ഇതാകുന്നു നേരായ മാർഗം. എന്നിട്ട് ഈസാക്ക് അവരുടെ നിഷേധ സ്വഭാവം ബോധ്യമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിങ്കിലേക്ക് എന്റെ സഹായികളായി ആരുണ്ട്? ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകും. ഒരു സെക്കൻഡ്, ആ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഞാനിത് 4 വട്ടം വായിച്ചേക്കണം. ഇത് ഇതൊക്കെ ഞങ്ങൾക്ക് വായിക്കാതെ മോനെന്തെങ്കിലും സ്പഷ്ടമാക്കണേ. പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ പറ. വിശ്വാസം മോനത് ഞങ്ങളുടെ വായിക്കാണ്ടേ, വിശ്വാസം ഞാൻ പറഞ്ഞ സ്പഷ്ടമാക്കുന്ന കേക്ക്. നമ്മളൊരു ആ പുസ്തകം എടുത്തിട്ടെ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാണ്ട് വായിച്ചിട്ട് മോന് പറയാനുള്ളത് പറ. ആ അങ്ങനെയല്ലേ മക്കളെ, ചെയ്യണ്ടേ? അല്ലാതെ മൊത്തം പറയാതെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വായിച്ച വായിച്ചുകൊണ്ടിരുന്ന മുഴുവൻ എന്റെ വചനങ്ങളല്ല, മുഴുവൻ ഖുർആനിൽ നിന്നാണ്. അപ്പൊ ഈ വചനങ്ങൾ ഖുറാൻ പോലും ഓടാൻ അത് പോകും. ഞങ്ങൾക്കറിയാം. അത് ഒരു സെക്കൻഡ് ആ വായിച്ച് അതാ ഞാൻ പറഞ്ഞേ, എന്റെ കയ്യിൽ ഒരു 12ഓളം ഖുറാൻ, യൂസഫ് അലിയുടെ ഖുറാൻ വായിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ ഖുർആനിനെ യൂസഫ് വായിച്ച. അലിയുടെ അപ്പൊ വായിച്ചിട്ടുണ്ടോ? 30ഓളം കേൾക്ക്, യൂസഫ് അലിയുടെ വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിച്ചിട്ടില്ല. ഫിക്താളിന്റെ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചത് ഖുർആനാണ്. മറ്റുള്ളവരൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഖുർആനിൽ ഫിക്താളിന്റെ ഖുറാൻ വളരെ വായിച്ചിട്ടുണ്ടോ? ഏത് സ്പഷ്ടമായിട്ട് ഖുറാൻ? പറയുന്നു. ഏത് ഖുറാൻ? നിങ്ങൾ വായിച്ചത് ഖുറാൻ ആരെഴുതിയ ഖുറാൻ? അവിടെ വരട്ടെ. അപ്പൊ നിങ്ങൾ ആര് പറയുന്നത് ഖുർആൻ വിവർത്തനം മുഴുവൻ ചെയ്ത തള്ളണല്ലോ. ഖുറാൻ? ആര് വിവർത്തനം ചെയ്ത ഖുറാൻ വായിച്ചു പറ. മലയാളത്തിലുള്ള തർജ്ജമയാണ് ഞാൻ വായിച്ചത്. അത് ആര് തർജ്ജമ ചെയ്താ വായിച്ചേന്ന് അത് പറ. അബ്ദുൽ ഹമീദ്. അബ്ദുൽ ഹമീദ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നിന്റെ വായിച്ചോ? ഇല്ല, എന്തിനാണ് എല്ലാത്തിലും ഒരേ അർത്ഥം അമാനി തന്നെ. മൗലവിയുടെ വായിച്ച കേൾക്ക്. അമാനി മൗലവിയുടെ അമാൻ വായിച്ചോ? മൗലവിന്റെ എന്റെ കയ്യിലുണ്ട്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. കേട്ടിട്ടുണ്ട്. മൗദൂദിയുടെ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വിഷയം എന്താ, പ്രശ്നം എന്താ? ഞാൻ ഇപ്പൊ ഏകദേശം വായിച്ച ഒരു മുഴുവൻ ഖുറാൻ ഖുർആനിൽ വായിച്ച. നിന്നാണ്. അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞതിന്റെ കാര്യം വേറൊന്നുമല്ല. വായിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചത് മോനെ പരിഹസിച്ചല്ലപ്പാ. എന്താ കാര്യം എന്ന് പറയാം. ഏതെങ്കിലും ഒരു ഖുറാൻ വായിച്ചിട്ട് അത് മൊത്തം ഇവിടെ വന്നിരുന്ന് വായിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം 10, 15, 12ഓളം വേർഷൻ ഇംഗ്ലീഷ്, മലയാളത്തിൽ ഇറങ്ങിയ സകല തർജ്ജമയും എന്റെ കയ്യിലിരിക്കട്ട്. ഇത് പലവട്ടം വായിച്ചേക്കണല്ലേ. മോൻ ഇവിടെ വന്നിരുന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് എന്താ കാര്യം? ഇതില് കയ്യിലാകെ ഒരു ഖുറാൻ ഉണ്ട്, അത് വെച്ച് വായിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, ഈ ഖുർആൻ അത് മതി. വായിച്ചിട്ട് സകലതും വെട്ടിപ്പിടിക്കാൻ ഈ ഖുർആൻ മതി. ശ്രദ്ധിക്കും മോനെ, ശ്രദ്ധിക്കേ. ഇത് വായിച്ചിട്ട് കയ്യിൽ നിന്ന് എന്തെങ്കിലും പറയാൻ വേണം. അത് നമ്മൾ ഏത് പുസ്തകമാണെങ്കിലും നമ്മൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കരുത്. വായിച്ചിട്ട് അതിൽ നിന്ന് സഹോദരൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് പറയണം. കേട്ടോ? അങ്ങനെയാണ് പറയണ്ടേ, സംവദിക്കേണ്ടത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മളൊരു വാദം മുന്നോട്ട് വയ്ക്കാന്നിരിക്കട്ടെ, ഒരു പുസ്തകം എടുത്ത് നമ്മൾ പറയാണ്, ആ പുസ്തകം മുഴുവൻ വായിച്ച് കേൾപ്പിക്കുകയല്ല ചെയ്യണ്ടേ. ആ പുസ്തകം വായിച്ചിട്ട് അതിൽ നിന്നുള്ള മോന്റെ ആശയം എന്നാ അത് പറയണം. ഇതെങ്ങനെ സംവദിക്കേണ്ടതെന്ന് പോലും ഞാൻ പഠിപ്പിച്ചു തരാം. ഇനി സമയമില്ലാത്തതുകൊണ്ടാണ്. പോട്ടെ. കഴിഞ്ഞു. എന്റെ കഴിഞ്ഞു. മറ്റേ ഒരു ഒറ്റ വചനം കൂടെ വായിക്കാം. കഴിഞ്ഞു. കൊച്ചു പയ്യനാ പോട്ടെ അല്ല, ഒരു കൊച്ചു പയ്യന. ഒറ്റ വചനം കൂടെ വായിക്കാം സഹോദരന്മാരെ. അയ്യോ വേണ്ടേ. 2-ാം അധ്യായം ഇനി വായിക്കണ്ട, ഞാൻ വായിച്ചേക്കണം. അതിന്റെ താഴോട്ടൊക്കെ ഞാൻ വായിച്ചേക്കണം. ഇനി വായിക്കണ്ട. ഒരു ലൈനുള്ളൂ. ഒറ്റ ലൈൻ. 2-ാം അധ്യായം അത് വായിച്ച് 253. പറഞ്ഞോ. വായിച്ചോ. ഒറ്റ ലൈന്. 2-ാം അധ്യായം 253-ാമത്തെ വചനം. മറിയമിന്റെ മകൻ ഈസാക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും പരിശുദ്ധാത്മാവ് മുഖേന അദ്ദേഹത്തിന് നാം പിൻബലം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈസാ നബിയും ബൈബിളിൽ പറയുന്ന ജീസസും ഒരേ വ്യക്തിയാണെന്ന് ഞങ്ങൾക്ക് ഇതിൽ പരം ഞങ്ങൾക്ക് വേറെ എവിടെയും തപ്പണ്ട. നിങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്താണ് ഏതാണ് എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട്. തപ്പണ്ട. ഓക്കെ, വന്ന് സംസാരിച്ചതിൽ നന്ദി കേട്ടോ. ഇനി സംസാരിക്കാൻ വരുമ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി സംസാരിക്കാൻ വരുമ്പോ ഇവിടെയല്ല എവിടെ പോയാലും ഈ സംസാരിക്കേണ്ട എങ്ങനെയാണ്, ഒരു പുസ്തകം എടുത്ത് പറയുമ്പോ എങ്ങനെയാണ് പറയേണ്ടതെന്നൊക്കെ ശ്രദ്ധിക്കണം. അല്ല സിജോ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഖുറാനിലെ പ്രകാരം പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അല്ലാഹു ഈസായെ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അതെന്തോ ഒരു ഫത്തായതോ എന്തോ ഒരു ഉണ്ടല്ലോ. അതെവിടുന്ന
ഇപ്പൊ കൊന്നില്ലെന്ന് പറയുന്നു, വേറെ അടുത്ത് പറയുന്നുണ്ട് കൊന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതിന് കോൺട്രഡിക്ഷൻ അല്ലേ? കൊന്നെന്ന് അത് പറയുന്നത് ഇയാൾക്ക് ഇസ്ലാമല്ല. പണമായ വലിയ പ്രശ്നം. കൊന്നെന്ന് ഇസ്ലാമല്ല സഹോദരന്മാരെ, കൊന്നെന്ന് പറഞ്ഞ ഇസ്ലാമല്ല. അല്ല, ഉണ്ട് ഉണ്ട്. അത് സിജോക്ക് അറിയാം, സിജോ പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുണ്ട്. അത് വലിച്ചെറിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിച്ചെറിയണം. അത് വലിച്ചെറിയണം. അത് വലിച്ചെറിയണോ? വഫാത്താക്കി ഖുറാനുള്ള വഫാത്താക്കി എന്ന് പറയുന്ന വേർഡാണ്. മഫാദ് ഞങ്ങളെ മഫാഖിന്റെ തന്റെ മഫാദ് എന്താ അർത്ഥം എന്താ? അതെ, അത് അത് പറ. ഖുർആനെതിരുള്ള സംഭവങ്ങൾ ഇസ്ലാമികമല്ല. ഖുർആൻ പറയുമ്പോൾ ഖുറാൻ അതിനെതിരുള്ള നിങ്ങൾ തള്ളിക്കളിയാ. വഫാത്ത് ഖുറാനുള്ളതല്ലേ? ഒരു പാവം പയ്യന് ഖുർആനിൽ അവനെ വിട്, ഈസാ അവൻ നബി മരിച്ചിട്ടില്ല. പഠിക്കട്ടെ. ഒരു സെക്കൻഡ് മോനെ, ഇത് ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ സഹോദരന്മാര് പറഞ്ഞ കാര്യങ്ങൾക്ക് മോനൊന്ന് പഠിക്ക് പോയി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈസയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഈസയുടെ വാക്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കി കളഞ്ഞാൽ നിലനിൽപ്പുണ്ടാവും. മോൻ വേണമെങ്കിൽ അതിന് ശ്രമിക്കാവുന്നതാണ്. ചേകന്നൂരിന്റെ അനുഭവം ഉണ്ടാകും. ശ്രമിച്ചാൽ അപകടകരമാണ്. ഹദീസൊക്കെ തള്ളിക്കളഞ്ഞ അതുപോലുള്ള പരിപാടി ഇത് ചെയ്താൽ. എനിക്ക് ഈസ മാത്രം മതിയെന്ന് ഞാനും പറഞ്ഞാൽ അപകടമാണ്. അയ്യോ, പിന്നെ പണി തല പോവും അപ്പൊ കേട്ടോ. ഞാൻ പറയുവാണ്, നിങ്ങൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അതാണ് നല്ലത്. ഈസയ്ക്ക് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള കഥാപാത്രമാണ്, ഒരു നല്ല കഥാപാത്രമാണ് ഈസ. ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല. മിത്തിക്കലായിട്ടുള്ള കഥാപാത്രത്തെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മോൻ ഒരുപാട് കാര്യങ്ങൾ വായിച്ചല്ലേ ഈസേനെ കുറിച്ച്, ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോ. അള്ളാഹു ഞങ്ങളെ സംബന്ധിച്ച് ഗോത്ര ദൈവമാണ്, ഖുറൈശികളുടെ ഗോത്ര ദൈവം, ലാത്തയുടെയും മനാത്തയുടെയും ഉസയുടെയും അപ്പൻ. ആ അള്ളാഹുവിനെ മുഹമ്മദ് എന്ത് ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാ എന്നും പറഞ്ഞ് ഏകനാക്കി മാറ്റി. ഈ അള്ളാഹുവിനെ ഞങ്ങൾക്ക് വേണ്ട. ബൈബിളിൽ ഞങ്ങൾക്ക് അതിശ്രേഷ്ഠനായിട്ടുള്ള ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിന്നുള്ള ശബ്ദമുണ്ട്. ദൈവം ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. ആ ദൈവത്തെ അനുഭവിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ മറഞ്ഞിരിക്കുന്ന, അകലത്തിരിക്കുന്ന, കഴുത്തെ പിടിച്ച് ഞെക്കാൻ ദൂതനെ വിടുന്ന ദൈവത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ല. മനസ്സിലായോ? മോൻ ആരാധിച്ചോ? പാവം പയ്യൻ അള്ളാഹുവിനെ ആരാധിക്കണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല, ആരാധിച്ചോ. ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. രണ്ട്, ഈസ പാവം പയ്യൻ ഇനിയും വിട്ടാക്ക്. ഈസ ഞങ്ങളെ സംബന്ധിച്ചൊരു മിത്തിക്കൽ കഥാപാത്രമാണ്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഇൻഫാൻസി ഗോസ്പൽ എന്ന് പറഞ്ഞ തോമസിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന നോസ്റ്റിക് കൃതി, അതായത് ജ്ഞാനമതത്തിന്റെ ഉൽപ്പന്നമായ കൃതിയിൽ നിന്ന് കോപ്പി അടിച്ചുണ്ടാക്കിയേക്കണ ഈസയുടെ കഥകളാണ്. അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. യേശുക്രിസ്തു ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ബൈബിൾ പറയുന്നു. ബൈബിളിന്റെ 4 സുവിശേഷങ്ങൾ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ടാണെന്ന് പണ്ഡിതന്മാർ കണക്കാക്കുന്നത്. ഐ വിറ്റ്നസ് ആണ് എഴുതിയത്, അല്ലെങ്കിൽ ഐ വിറ്റ്നസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചവരാണ് എഴുതിയത്. ബൈബിളിന് പുറത്തും യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് വരെ എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ കാര്യത്തെ അക്ഷരികമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിലും മരിച്ചടക്കപ്പെട്ട യേശുവിന് അതിനുശേഷം എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കാരണം റോം വരെ ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു. അപ്പോ ഞങ്ങൾക്ക് ഈസയും ആവശ്യമില്ല. ഇനി ഖുറാൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഖുറാനും ഞങ്ങൾക്ക് ആവശ്യമില്ല. പലവട്ടം കത്തിക്കപ്പെട്ട, തിരുത്തപ്പെട്ട ആ ഖുറാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്ന വെളിപ്പാടിന് നേരെ വിപരീതമായിട്ടുള്ള വെളിപ്പാടിനെയും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹുവും വേണ്ട, ഖുറാനും വേണ്ട, മുഹമ്മദും വേണ്ട, ഹദീസും വേണ്ട, ഈസയും വേണ്ട. ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ മതി. ഞങ്ങൾ യേശു ക്രിസ്തുവിനെയാണ് അനുഗമിക്കുന്നത്.